വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതൽ വാക്യങ്ങൾ. അമേലിയക്കർ റഫീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു. അപ്പോൾ മോശ ജോഷുവയോട് പറഞ്ഞു, ആളുകളെ തെരഞ്ഞെടുത്ത് അമേലിയക്കരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമേലിയക്കരുമായി യുദ്ധം ചെയ്തു. മോശ, അഹറോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ ജയിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമേലിയക്കരായിരുന്നു ജയിച്ചത്. മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ല് ഉരുട്ടി നീക്കി ഇട്ടുകൊടുത്തു. മോശ അതിന്മേൽ ഇരുന്നു. അഹറോനും ഹൂറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരുന്നു. സൂര്യൻ അസ്തമയം വരെ അവൻ്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു. ജോഷുവ അമേലിക്കനെയും അവൻ്റെ ആളുകളെയും വാൾ കൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. പ്രിയരെ, ഇന്ന് കേട്ട തിരുവചനമനുസരിച്ച് നമുക്കറിയാം, അമേലിയക്കർ ഇസ്രായേൽ ജനത്തിനെ ആക്രമിക്കുവാൻ അവരുടെ സ്ഥലത്തെത്തി. നമുക്കറിയാവുന്നതുപോലെ പുതിയ ഒരു ജനതതി വന്ന് താമസിക്കുന്നു എന്നറിഞ്ഞ് അവരെ നശിപ്പിച്ചു കളയാൻ, അവരെ തുരത്തി ഓടിക്കുവാൻ വേണ്ടി വന്നവരാണ് അമേലിയക്കർ. എന്നാൽ ദൈവം മോശയ്ക്ക് അതിനുള്ള കൃപ കൊടുത്തിട്ട് മോശ അഹറോനോട് പറഞ്ഞു, നീ ആ ജനത്തെ ഒരുക്കിയെടുത്ത് യുദ്ധത്തിന് പുറപ്പെട്ടുകൊള്ളുക. ഞാൻ നാളെ ദൈവത്തിന്റെ വടിയുമായി മലമുകളിൽ നിൽക്കും. നീ പോയി യുദ്ധം ചെയ്തുകൊള്ളുക. ഉറപ്പ് കൊടുത്ത്, ധൈര്യം കൊടുത്ത് മോശ അഹറോനെയും കൂട്ടരെയും വിടുകയാണ്. അമേലിയക്കരുമായി യുദ്ധം ചെയ്യുകയാണ്. മോശ കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോഴൊക്കെയും അമേലിയക്കരെ തോപ്പിച്ച് ഇസ്രായേൽ ജനം മുന്നേറി. എന്നാൽ മോശയുടെ കൈ താത്തിട്ടപ്പോൾ അമേലിയക്കര് ഇസ്രായേൽ ജനത്തെ കീഴടക്കുന്നതാണ് കണ്ടത്. പ്രിയമുള്ളവരെ, വീണ്ടും ഇത് കണ്ടിട്ട് അവര് കൈ ഉയർത്തിപ്പിടിച്ച് മോശയുടെ കൈ തളർന്നപ്പോൾ മോശയ്ക്ക് ഇരിക്കാൻ ഒരു കല്ലുരുട്ടി എടുത്തിട്ട് കൊടുത്തിട്ട് അഹറോനും ഹൂറും മോശയുടെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നു. സന്ധ്യയാകുവോളും അതേ നിപ്പ് അവർ നിന്നു. ആ സമയമൊക്കെയും ഇസ്രായേൽ ജനം അമേലിയക്കരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്കൊരു സന്ദേശം ദൈവം തരുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു മെസ്സേജാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ, രക്ഷയില്ല എന്ന് തോന്നുന്ന കാലഘട്ടത്തിൽ, 4 വശവും പ്രതിസന്ധികൾ നമ്മളെ മാടി വിളിക്കുമ്പം, രക്ഷപ്പെടാനാവില്ല എന്ന് തോന്നുമ്പോൾ മറ്റു പ്രതികരണത്തിന് പോകാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ, ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ പ്രതിസന്ധികളൊക്കെ മാറിപ്പോകുന്നത് നമുക്ക് കാണാം. നമുക്ക് പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ മനുഷ്യരായി മാറാൻ ശ്രമിക്കാം. ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്താം. പൂർണ്ണമായ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തരണം ചെയ്യുവാൻ ഏക വഴി ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്കായി യുദ്ധം ചെയ്യും. ദൈവം നമുക്ക് പരിഹാരമുണ്ടാക്കി തരും. നിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നെ വിജയിപ്പിക്കുവാൻ വേണ്ടത് അവിടുന്ന് ചെയ്തു തരും. ആ ബോധ്യത്തോടെ ദൈവത്തിൽ സമർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.